ഇന്ന് നമ്മളെ ലോഡ് വന്നിട്ട് കോഴിക്കോട് വരക്കൽ ബീച്ചിലേക്കാട്ടോ. മീൻചന്ത വഴി മാങ്കാവ് റൂട്ടിലുള്ളത്. അപ്പോൾ ടോള് കട്ട് ചെയ്ത് പോരുക കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാകുക, ചെറിയൊരു ബ്ലോക്ക് വലത്തേ ഭാഗത്ത്. അങ്ങനെ നമ്മൾ കുതിരവട്ടം പപ്പേട്ടന് ഓർമ്മ വരും. ഇവിടെ നിന്നാണ് കുതിരവട്ടത്തേക്ക് തിരികെ വലത്തോട്ട്. അങ്ങനെ അരയെടുത്ത് പാലെത്തിട്ടോ, ബേബീൻ്റെ അടുത്ത്. ഇവിടെ തിരക്കൊന്നുമില്ല. അപ്പോൾ നല്ല ഒരു ഫ്രീ ആയിട്ടുള്ള, അധിക സമയത്തും ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സരോവരം പാർക്കിൻ്റെ അടുത്ത് എത്താനായിട്ടോ 2 ഭാഗത്തും തണൽ മരങ്ങളൊക്കെ. ആ തണൽ മരത്തിന് ചേർന്നിട്ട് ഒരു ചെറിയ കനാലൊക്കെ ഉണ്ട് കേട്ടോ. എരഞ്ഞിപ്പാലം എത്തിയിട്ടോ. എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നേരെ ക്രോസ് ചെയ്യും. ഇതിലൊക്കെ പോരുന്ന എന്താ അറിയോ, ഈ ടൗണിലൂടെ നമ്മളെ ടോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ടോളിന് നല്ലൊരു ചാർജ് വരും. ഈ വളവും വീടും ഒക്കെ എല്ലാവർക്കും നല്ല ഓർമ്മ ഉണ്ടാവും അല്ലേ? ശ്രദ്ധിച്ച് നോക്കിയോണ്ട്. അങ്ങനെ നമ്മളിതാ വരക്കൽ ബീച്ചിലേക്ക് ചാടുക കേട്ടോ. വെസ്റ്റിൽ ഇതൊക്കെ ടോള് കട്ട് ചെയ്ത് പോരാ കേട്ടോ. അങ്ങനെ ഇതാ റെയിൽവേ ക്രോസിങ് എത്തി. ട്രെയിൻ പോകുന്നുണ്ട്. ഇനി ആ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഇവിടെ കേട്ടോ നമ്മളെ ലൊക്കേഷൻ എന്താ, വരക്കൽ അമ്പലത്തിൻ്റെ അടുത്ത് കേട്ടോ. അങ്ങനെ വണ്ടി ലോഡ് ഇറക്കാൻ വെച്ച് നമ്മൾ വരക്കൽ ബീച്ചിലേക്ക് പോയിട്ടോ. അവിടെ അടിപൊളിയാണ്. കുട്ടികളൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഏതായാലും മനോഹരമായിട്ട് കുട്ടികൾ പട്ടൊക്കെ പറത്തിക്കുന്നുണ്ട്. കുറേ നേരം കണ്ട അവിടെ നിന്ന്. ഏതായാലും വണ്ടി കാലിയാകുമ്പോഴത്തേനും പോയാൽ മതിയല്ലേ, നമ്മൾ തിരിച്ച് തമിഴ്നാട്ടിൽ തന്നെ പോകാനുള്ളത്. അങ്ങനെ ബീച്ചിലൊക്കെ പോയി അടിപൊളി തന്നെ. രാവിലെ തന്നെ എല്ലാവരും ഉണ്ട് സജീവം. ഈ വീഡിയോയിലൂടെ ചെറിയൊരു അപേക്ഷ കൂടി, കാരണം ബീച്ചിൽ കുറേ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കുക. നമുക്ക് കാണാൻ പറ്റാത്ത കുറേ കാഴ്ചകളൊക്കെ അവിടെ കണ്ടു. അതൊന്നും ഇതിൽ പകർത്തിയില്ല കേട്ടോ. നമ്മളാരെയും ബുദ്ധിമുട്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അവരോടായിട്ട് ചെറിയൊരു അപേക്ഷ. കാരണം ഞാൻ അവിടെ നിന്നപ്പോൾ പ്രായമുള്ള ഒരു ഫാമിലി, കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ കാണാൻ വരുന്നുണ്ട്. അപ്പം അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുക. അടുത്ത നമ്മൾ ഒട്ടകത്തിൻ്റെ അടുത്ത് കേട്ടോ. ഒട്ടകത അടുത്ത ട്രിപ്പ് പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ചിലവരതിൽ കയറുന്നുണ്ട്. പിന്നെ അവിടെ പമ്പരം വെക്കണവരൊക്കെ ഉണ്ട്. എല്ലാം ഒരു കാഴ്ച തന്നെ ബീച്ചിൽ. എൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്, അവിടെ കുറേ അംഗവൈകല്യമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ. പിന്നെ ഒട്ടകത്തിൻ്റെ മുകളിൽ കുട്ടികൾ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. ചെറിയ തൂവ കൊടുത്താൽ എല്ലാവർക്കും സഞ്ചരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഫോട്ടോ ഷൂട്ടിങ്ങിന് വന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞവരൊക്കെ ഊഞ്ഞാലുമേലൊക്കെ കയറുന്നുണ്ട്. മക്കളൊക്കെ നല്ല അടിപൊളി കളിയാണ്.